കഴിഞ്ഞൊരു വീഡിയോയിൽ ജർമ്മൻ ബ്രിട്ടീഷ് കാറുകൾ യൂറോപ്യൻ കാറുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ടാരിഫിൻ്റെ ഒരു കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തപ്പോൾ അപ്പം ഞാൻ ഡെലിബറേറ്റ് അല്ലാതെ എൻ്റെ വായിൽ നിന്നും അൺപാർലമെൻ്ററി ആയിട്ടൊരു വേർഡ് വന്നു. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും ക്ഷമ ചോദിക്കുന്നു. ഡെലിബറേറ്റ് ആയിട്ട് വന്നതല്ല, എൻ്റെ ഒരു പറച്ചിലിൻ്റെ ഒരു ഫ്ലോയിൽ കയറി വന്നത്. ചിലപ്പോൾ ഈ ഡൽഹി ലൈഫിൽ പഞ്ചാബികളിലൂടെ ജോലി ചെയ്ത് അങ്ങനെ അതാണ് അതിൻ്റെ ഉണ്ടാകാനുള്ള സാഹചര്യം. എനിവേ, ഞാൻ ഇനി അതേപോലെയുള്ള പദങ്ങൾ വീഡിയോയിൽ ഉപയോഗിക്കുന്നതായിരിക്കുകയില്ല. കാരണം അത് വളരെ തെറ്റായിപ്പോയി. അത് എഡിറ്റ് ചെയ്തവരും അതിനെപ്പറ്റി നോക്കിയില്ല. എനിവേ, ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ വാക്ക് ഉപയോഗിച്ചതിന്. പല ആൾക്കാരും എന്നോട് അതിനെപ്പറ്റി പറഞ്ഞു അത് തെറ്റായിപ്പോയി ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു ഫ്ലോയിൽ വന്നതാണ്, ഡെലിബറേറ്റ് ആയിട്ട് വന്നതല്ല. അതുകൊണ്ട് ആ വാക്കിന് മാത്രം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ, അതേപോലെ തന്നെ ഡീട്രോയിറ്റ് സിറ്റി US-ലെ, അതിനെക്കുറിച്ചും ഈ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഞാൻ സ്റ്റഡി ചെയ്ത കാര്യമാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർ മാനുഫാക്ചേഴ്സ് ഉള്ള ഒരു സിറ്റിയാണ് ഡൽഹി. ഡൽഹിയിൽ നിന്ന് ഗുരുഗ്രാം, അതായത് പഴയ ഗുഡ്ഗാം, ഈ ഡൽഹി ഹരിയാനയുടെ ബോർഡറിൽ ഈ മാരുതി സുസുക്കി പ്ലാന്റ് വന്നതിന് ശേഷമാണ് ആ സിറ്റി ഡെവലപ്പായത്, ഗുരുഗ്രാം എന്ന് പറഞ്ഞ ഗ്രാമം. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാം, എത്ര പേർക്ക് അറിയാമെന്നറിയാം? ഡൽഹിക്കാർക്കൊക്കെ അറിയാം, ഫരീദാബാദ്, ഗുരുഗ്രാമൊക്കെ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? അപ്പോൾ ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ 16,000 പേരാണ്, അതായത് മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള അതിൻ്റെ അക്സസറീസും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഏകദേശം 60,000 ഫാക്ടറി അതിൻ്റെ ചുറ്റുമുണ്ട്, ചെറിയ ചെറിയ ഫാക്ടറി. അവിടെ എല്ലാം കൂടെ 1.5 ലക്ഷം പേരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാറിൻ്റെ പ്ലാന്റ് ഒരു ഭാഗത്ത് വരുമ്പോഴും, അത് ഞാൻ പറഞ്ഞ ഫുൾ ഫ്ലഡ്ജ് പ്ലാന്റ്, ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് വന്നു കഴിയുമ്പോൾ ഏകദേശം 1.5-2 ലക്ഷം പേർക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടുക. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ അമേരിക്കൻ ടാരിഫും യൂറോപ്യൻ കാറുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എൻ്റെ ഒരു തെറ്റും ഉണ്ടായിട്ടത്, കാരണം ഞാൻ നിങ്ങളോട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അത്. കാരണം സമയക്കുറവും ഈ വീഡിയോ നീണ്ടു പോകുന്നതിൻ്റെ പേരിലും അതിൻ്റെ പേരിൽ അത് പറയാതില്ല. കാരണം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി ഞാനൊരു തെറ്റ് കാണിച്ചു. കാരണം ഞാൻ ചില ലിങ്കുകൾ നിങ്ങളോട് പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തെ യഥാർത്ഥ പ്രശ്നം, എന്തുകൊണ്ടാണ് അമേരിക്ക ഡിമാൻഡ് ചെയ്യുന്നത്, എവിടെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഈ ടാരിഫുമായിട്ട് പ്രശ്നമുണ്ടാകുന്നത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ ടയോട്ട. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് കാറുകൾ വിൽക്കുന്ന മാരുതി സുസുക്കിയുടെയാണ്. ഇപ്പം ടയോട്ടയ്ക്ക് ബാംഗ്ലൂരിനടുത്താണ് അവരുടെ പ്ലാന്റ്. അവിടെ അവർക്ക് ആകെ ടോട്ടൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 6,000 പേരേ ഉള്ളൂ. കാരണം ബാക്കി സാധനങ്ങൾ ഏകദേശം 40-50% സാധനങ്ങൾ അവർ ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും കൊണ്ടുവരികയാണ്. അപ്പോൾ പുറത്തവർക്ക് ജോലി കൂടുതലായിട്ട് കൊടുക്കാൻ, ജോലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബാക്കി സാധനങ്ങൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഇഞ്ചിനും ഗിയർ ബോക്സും സംഭവങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. ബാക്കിയുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു. ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ടയോട്ട ഔട്ട്സോഴ്സ് ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ. ഇനി നിസാൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് മദ്രാസ് പോർട്ടിനടുത്ത്. അവിടെ ഫ്രീ സോണിലാണത് വർക്ക് ചെയ്യുന്നത്, ഫ്രീ എക്കണോമിക് സോൺ. അത് പൂർണ്ണമായിട്ടും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും അവിടുന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ആകെ ഏകദേശം 100-600 പേരേ ഉള്ളൂ ജോലിക്കാർ, വേറെ ആരും ഇല്ല. ഇപ്പോൾ ഹോണ്ട ആണെങ്കിൽ തന്നെ അവർക്ക് 1,900 പേരില്ല അവിടെ. അതായത് ഗ്രേറ്റർ നോയിഡയിലാണ് അവരുടെ പ്ലാന്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഓട്ടോമൊബൈൽ, അതായത് കാറിൻ്റെ, അത് അതിൻ്റെ അകത്ത് മൾട്ടിപ്പിളായിട്ട്
അവർക്ക് ലോറിയും മറ്റുള്ള സംഭവം മഹേന്ദ്ര അവർ ഡയറക്റ്റായിട്ട് ഏകദേശം 16,000 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള ചെറിയ മാനുഫാക്ചേഴ്സ് അതിന് വേണ്ടവന് അത് ഏകദേശം 60,000 മുതൽ 70,000 ബാക്കി അവർ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇത്രയും നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന മാരുതി സുസുക്കി, കാരണം ആദ്യം വന്ന കമ്പനിയാണ് ഇന്ത്യയിൽ. അപ്പം അതിനുശേഷം ആദ്യം അവർക്ക് ഇന്ത്യയിലുള്ള ഈ പറയുന്ന ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സിന് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഗ്രാജുവലി അവർ പഠിപ്പിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാക്കിയെടുത്തു. ഇപ്പം ഇതിൻ്റെയൊക്കെ പല സംഭവങ്ങളും പല എക്യുപ്മെൻസും അതും ഇതും ഒക്കെ ഈ കോയമ്പത്തൂർ അവർ പണിയുന്നവരുണ്ട്. പല ഈ ഹുണ്ടായിക്കും അവർക്കും ഇവർക്കും എല്ലാവർക്കും ഈ പല ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല ആൾക്കാരവിടെ ഒന്ന് ഉണ്ടായിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാർ മാനുഫാക്ചേഴ്സ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഒരു സിറ്റിയിൽ വരുമ്പോൾ, ഒരു പ്രദേശത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേർക്കാണ് തൊഴിൽ. ഈ 2 ലക്ഷം പേർക്ക് തൊഴിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സിറ്റി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. പൂർണ്ണമായിട്ടും അതൊരു അർബൻ സിറ്റി ആയിട്ട്, ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് അങ്ങ് മാറുവാണ് ആ ഏരിയ. ജോബ് ക്രിയേറ്റീവാണ്. അതിൻ്റെ ക്യാൻറ്റീന്, പിന്നെ മറ്റൊരു സംഭവമുണ്ട്, ക്യാൻറ്റീനുണ്ട്, ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്, ഇവർക്ക് താമസം, അത് ഇത് കുന്തം കുടച്ചക്രം, അത് വേറൊരു സെഗ്മെന്റ്. അപ്പം അതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ഒരു കാർ മാനുഫാക്ചേഴ്സ് വരുമ്പോൾ അങ്ങ് മാറും. ഇതുകൊണ്ടാണ് പല ഇന്ത്യൻ സ്റ്റേറ്റുകൾ അവരുടെ സ്റ്റേറ്റിലെ കാർ മാനുഫാക്ചേഴ്സ് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം, കാരണം ഭയങ്കരമായിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം പല സംശയങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഡീട്രോയിറ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ സിറ്റി അറിയാം, ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്, ബേസിക്കലി ഓട്ടോമൊബൈൽ സിറ്റിയാണ്, ഫോർഡിൻ്റെ, ജനറൽ മോട്ടോഴ്സ്. ഈ സിറ്റി പ്രേത നഗരം എന്നറിയപ്പെടുന്നൊരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് അമേരിക്കൻ കാറുകൾ അറിയാം, വലിയ കാറുകളാണ്. അതിന് ഈ ഫ്യൂവൽ, കാരണം ഇഷ്ടം പോലെ അവർക്ക് ഓയിൽ കിട്ടും, അവർ ഇഷ്ടം പോലെ അടിച്ചിട്ട് അവരങ്ങ് യാത്ര ചെയ്യും. ഈ സമയത്ത് ഓയിലിന് വില കൂടി, അതായത് ഓയിൽ ഷോർട്ടേജ് ഉണ്ടായി, ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ടുണ്ടായി. ഈ സമയത്താണ് ജാപ്പനീസ് കാർ കമ്പനിയായ നിസാൻ അമേരിക്കൻ മാർക്കറ്റിൽ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ രസകരമായ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് അമേരിക്കൻ മാർക്കറ്റിലെ ജാപ്പനീസ് കമ്പനി എൻട്രി ചെയ്യുന്നത്. അപ്പം ജപ്പാനിലെ നിസാൻ കമ്പനിയാണ് ആദ്യം അമേരിക്കയിൽ വരുന്നത്, പിന്നീട് ടയോട്ട വന്നു, ഹോണ്ട വന്നു, പല കമ്പനി വന്നു. അപ്പം ഈ കാറിൻ്റെ പ്രത്യേകത എക്കണോമിക്, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. വലിയ മിഡ് സൈസ് കാറാണ്, ഇതിന് വലിയ റിപ്പയർ ഇല്ല, മെയിൻ്റനൻസ് ഇല്ല. ഇത് കയറി അമേരിക്കൻ മാർക്കറ്റിൽ കയറി അടിച്ചപ്പോൾ ഇത് ഫ്യൂവലിന് വില കൂടി, ഇതിൽ വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ്, വളരെ ഭയങ്കരമായിട്ട് മിഡ് സൈസ് കാറ് സാധാരണക്കാരന് താങ്ങാം. അമേരിക്കയിൽ ഒരു ചെറിയ റിസഷൻ്റെ ടൈം, അമേരിക്കൻ ഈ പറയുന്ന ഡീട്രോയിറ്റ് സിറ്റിക്കകത്ത് പറഞ്ഞ് ഈ ഫോർഡ് ആണെങ്കിലും ഈ ജനറൽ മോട്ടോഴ്സ് ആണെങ്കിലും വെട്ടി തീർന്നു പോകും. അതിനെപ്പറ്റി നിങ്ങൾ ചരിത്രം വായിച്ചിരിക്കണം. ആ നഗരത്തിൽ നിന്നും താമസിക്കാൻ പറ്റാതെ വീട് പൂട്ടിയിട്ടിട്ട് ജനങ്ങൾ പോയി, പ്രേത നഗരമായി മാറി. അതുകൊണ്ടാണ് അതിനെ ഡെവിൾ സിറ്റി എന്ന് പറയുന്നത്, ഡീട്രോയിറ്റ്. മനസ്സിലാക്കുക, കാരണം ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുമല്ലോ, കാരണം ഫോർഡിൻ്റെ ഈ ജനറൽ മോട്ടോഴ്സിൻ്റെ അത്രയും ആൾക്കാരും അതിൻ്റെ അക്സസറീസ് ഉണ്ടാക്കുന്നവർ, അതിൻ്റെ കൂടെ ഏകദേശം 6 ലക്ഷം പേര് ജോലി ചെയ്തിരുന്ന സിറ്റി ആയിരുന്നു ഡയറക്റ്റ് ഓട്ടോമൊബൈൽസ്. അതായത് ഈ സിറ്റിയിൽ ഈ കമ്പനികൾ അടച്ചു പോയി കഴിയുമ്പോൾ, കമ്പനി കച്ചവടം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവിടെ ഒറ്റ ഒരാളില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി താമസിക്കാം, കാരണം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് പോയി, ജോലിയില്ല. ആദ്യം ഈ ഡീട്രോയിറ്റ് സിറ്റിയുടെ ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്, ഓട്ടോമൊബൈൽസുമായിട്ട് ബന്ധപ്പെട്ട കാർ മാനുഫാക്ചേഴ്സ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, മറ്റുള്ള സിറ്റികളിൽ പോയി ഓരോ ചെറിയ ചെറിയ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി.
അന്ന് മുതലാണ് ഡീട്രോയിറ്റ് സിറ്റിയുടെ വെടി തീർന്നത്. പിന്നീട് അത് മറ്റു പല രീതിയിൽ അത് കയറി വന്നു. ഫ്രം ദ ആഷസ് എന്ന് അവർ പറയുന്ന സംഭവം. അപ്പം ഈ പറയുന്ന യൂറോപ്പിലെ ഈ ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും, ജർമ്മനിയെ പറ്റി പറയുന്നത് ജർമ്മൻ പത്രങ്ങളും അവിടുത്തെ പത്രങ്ങളെല്ലാം പറയും സെക്കൻഡ് ഡീട്രോയിറ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ഞാനിത് ഇൻ അഡ്വാൻസ് ആയിട്ട് 2 ദിവസം മുമ്പേ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ പത്രങ്ങൾ നോക്ക്, അതായത് ജർമ്മൻ സിറ്റി, അവിടെ ഓട്ടോമൊബൈൽ സിറ്റി മ്യൂണിക്ക് പല ഭാഗത്തുമുണ്ട്. ഇവിടൊക്കെ ഉണ്ടാകാൻ പോകുന്നത് സെക്കൻഡ് ഡീട്രോയിറ്റ് ആകാൻ പോവുകയാണ്. കാരണം ഇത്രയും പേർക്ക് ജോലി പോവുക, ഏകദേശം 7,50,000 പേർക്ക് ഡയറക്റ്റ് ജോലി പോവുക. ആ ഒരു സന്ദർഭത്തെ ഇൻ അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് റിസഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആ സമയത്ത് അമേരിക്കയിൽ ഇതേപോലെ ആയിരുന്നു. റിസഷൻ്റെ ആ സമയത്താണ് ഈ 2 കാർ കമ്പനികൾക്കും ഇതായിട്ട് ഓയിലിന് ഭയങ്കര വില കൂടി, ഗ്യാസിന് വില കൂടി. ഈ സമയത്ത് ജാപ്പനീസ് കമ്പനി കയറി വരുന്നത്. റിസഷനായി, ആ സിറ്റി ഇല്ലാതായി. ഇതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ സംഭവം ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഈ 25% സ്റ്റീലിനും 25% ഓട്ടോമൊബൈൽ. അതായത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന്, അതായത് ഞാൻ പറഞ്ഞുതരാം, മെഴ്സിഡസ് ബെൻസിന് അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്. അവിടെ അവർ ആകെ ജോലി കൊടുക്കുന്ന 1200 പേർക്കേ ഉള്ളൂ. ബാക്കി എല്ലാവരും അസംബിൾ ചെയ്യൂ. ട്രംപിനത് വേണ്ട. ട്രംപ് പറയുന്നത് ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സ്റ്റീലിന് ബാൻ കൊടുത്തത്, സ്റ്റീലിന് ടാരിഫ് കൊടുത്ത്, കാറിന് ടാരിഫ് കൊടുത്ത്. അതുപോലെ ഹോണ്ടയ്ക്കുണ്ട് പ്ലാന്റ്. അവിടെ 1000-1100 പേരേ ഉള്ളൂ. 4-5 ജാപ്പനീസ് ടയോട്ടയുണ്ട്, 3-4 ജാപ്പനീസ് കമ്പനിക്ക് അവിടെ പ്ലാന്റ് ഉണ്ട്. ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് സംഭവങ്ങൾ അസംബിളിംഗ് ആണ് മെയിൻ. അവിടെ ഓരോ പ്ലാന്റിൽ 600-700-1000 പേർക്കേ ഉള്ളൂ ജോലി. ട്രംപിനത് പറ്റില്ല. ട്രംപ് പറയുന്നത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് അമേരിക്കയിൽ, അവിടെ ജോലി കൊടുക്കണം. അതിനുവേണ്ടി സ്റ്റീലിനെ ആദ്യം അങ്ങ് ബ്ലോക്ക് ചെയ്യണം. സ്റ്റീലിലാണ് ഈ സാധനങ്ങൾ, ഇഞ്ചിനും മറ്റുള്ള പ്രധാന പാർട്ടുകളെല്ലാം ഉണ്ടാക്കുന്ന ആ സാധനം ഇങ്ങോട്ട് വരരുത്. അതാണ് 25% സ്റ്റീലിന് കൊടുത്തത്. പിന്നെ കാറിൻ്റെ മേളിൽ കൊടുത്തു, ഓട്ടോമൊബൈൽസ്. അതായത് അങ്ങനെ വരുമ്പം നിങ്ങൾ അതിൻ്റെ കണക്ക് കൂട്ടി നോക്ക്. ഇപ്പോഴാ കാറ് വിൽക്കുന്ന വില എത്രയാണ്, അമേരിക്കൻ കാർ വിൽക്കുന്ന വില എത്രയാണ്. ഈ ടാരിഫ് ഫുൾ ഫ്ലഡ്ജ് ആയി കഴിഞ്ഞ് ഈ പുറത്തുനിന്ന് വരുന്ന കാർ, കാരണം അവിടെ അസംബിൾ ചെയ്യുന്ന കാറിന് പുറത്തുനിന്നുള്ള ഇഞ്ചിനെല്ലാം കൊടുക്കുമ്പോൾ അതിൻ്റെ വില എത്ര? 2 ഇരട്ടിയാവും. 2 ടാക്സാണ് കയറി വരുന്നേ. ഒന്ന് 25% സ്റ്റീലിൻ്റെ ടാക്സ്, 25% വെഹിക്കിളിൻ്റെ ടാക്സ്, കാറിൻ്റെ ടാക്സ്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായെന്നും തോന്നുന്നു. ഇത് ഡബിൾ ടാക്സ് ആണ് ഇത് കയറിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്ത് എത്രമാത്രം കുറയ്ക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം 25% സ്റ്റീൽ ടാക്സാ, 25% ഓട്ടോമൊബൈൽ, അതായത് കാർ അതേപോലെ അതിൻ്റെ മേലുള്ള ടാക്സ്. ഇതാണ് അതുകൊണ്ടാണ് ഇത്ര % കൂടുന്നത്. അപ്പോൾ അമേരിക്കൻ കാറിന് ഈ പറയുന്ന 10% ടാക്സേ ഉള്ളൂ, കാരണം അവിടെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഉദ്ദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. അമേരിക്കയിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രംപ് ചെയ്ത പരിപാടിയായത്. ഇത് ഇന്ത്യ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്ത്? അടുത്ത ചോദ്യം. ഈ പല കാറുകളുടെയും ഓട്ടോമൊബൈലിനും അതിൻ്റെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലുണ്ട്. അപ്പം ആ ഇന്ത്യയിൽ ഇപ്പം അതിൻ്റെ വലിയ ഇന്ത്യൻ കമ്പനികളും പെട്ടിരിക്കുക. അപ്പം അതിൻ്റെ ഫൈനൽ നെഗോസിയേഷന് വേണ്ടിയാണ് ട്രംപിൻ്റെ ടീം ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മനസ്സിലാക്കും ഓരോ കാര്യങ്ങൾ. ജാപ്പനീസ് കമ്പനി അവിടെ പോയി കാലയെ പിടിക്കുക. കാരണം ജപ്പാനാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. കാരണം നിപ്പോൺ സ്റ്റീലിലാണെങ്കിലും, കാരണം നേരത്തെ ഇഷ്യൂ ഉണ്ടായത്, പിന്നെ അത് കൊടുത്തു പല രീതിയിലും. ഇപ്പം ജപ്പാൻ അത് ഒരു കാരണവശാലും അമേരിക്ക തഴയാനും പറ്റത്തില്ല. റെസിപ്രോക്കൽ ടാക്സ് അമേരിക്കയുടെ മേളിൽ വിടാൻ പറ്റത്തില്ല. കാരണം ജപ്പാൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്ക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട്
പുതിയ അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.